ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഷേപ്പ് ബിൽഡർ ടൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ലോഗോസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എളുപ്പത്തിൽ നമുക്ക് ലോഗോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ട്രാൻസ്ഫോമിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഷേപ്പ് ബിൽഡറിൽ നോക്കാം, അത് കഴിഞ്ഞിട്ട് വേറെ രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു റൗണ്ടഡ് അല്ലെങ്കിൽ ഒരു എലിപ്സ് ടൂൾ എടുക്കാം. ഇതിൻ്റെ അകത്ത് നോ ഫില്ല് കൊടുക്കാം. ഒരു സ്ട്രോക്ക് തൽക്കാലത്തേക്ക് ഒരു ബ്ലാക്ക് സ്ട്രോക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അതിന് ഷേപ്പ് സ്വല്പം കൂടെ ചെറുതാക്കിയാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ റൊട്ടേറ്റ് ടൂൾ എടുക്കുക, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ കാണിക്കും. ആംഗിൾ ഞാനിപ്പോൾ 30 ആണെങ്കിൽ 30 ആയിക്കോട്ടെ, 20 ആണെങ്കിൽ 20 ആയിക്കോട്ടെ. പ്രിവ്യൂ അടിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. സെലക്റ്റഡ് ആയിരിക്കണം, ഒബ്ജക്റ്റ് സെലക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, സെലക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. റൊട്ടേറ്റ് ടൂൾ എടുക്കുക, ജസ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ചെറിഞ്ഞല്ലോ ചെറുതായിട്ട്, പ്രിവ്യൂ അടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കണ്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും മതി, ഞാൻ കോപ്പി എടുത്തു. കൺട്രോൾ D, 1 2 3 4 5 6 7 8 9 10 ഇനഫ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. സോ ഇത് ഞാൻ മൊത്തത്തിൽ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഗ്രേഡിയൻ്റ് എടുക്കാം. ഓക്കെ, ഗ്രേഡിയൻ്റ് എടുത്ത് വെച്ചേക്കാം. സ്ട്രോക്ക് തൽക്കാലത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഒഴിവാക്കാം, സ്ട്രോക്ക് ഒഴിവാക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിതിനെ മൊത്തം സെലക്ട് ചെയ്തു. മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ടൂൾ വർക്ക് ചെയ്യുള്ളൂ, ഏത് ടൂൾ വർക്ക് ചെയ്യുള്ളൂ, ഷേപ്പ് ബിൽഡർ ടൂൾ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാൻ സ്ട്രോക്ക് കളയുന്നു. ഓക്കെ, ഫില്ലിൻ്റെ അകത്ത് ഞാനൊരു ഗ്രേഡിയൻ്റ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക. നമുക്ക് ഓരോ പോർഷനായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഒരെണ്ണം ഇങ്ങനെ, അതിൻ്റെ താഴെയുള്ളത് ഇങ്ങനെ. അപ്പം അത് ആ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടോ, ആ ഒരു കർവ് ആണെങ്കിൽ ആ ഒരു കർവ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഇതിനെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യാൻ തന്നെ നോക്കുക. അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കറക്കി എടുത്തിട്ട് ഇവിടെ തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക. അതായത് കംപ്ലീറ്റ് അവിടെ തന്നെ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഔട്ടിൽ വരുമ്പോൾ നമുക്ക് അത് പ്രോബ്ലമായിട്ട് കാണിക്കും. കണ്ടോ, ഇങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം കറക്റ്റായിട്ട്, അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ നിന്ന് ഫില്ല് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഓക്കെ, അത് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ച് ഫില്ല് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി ഇങ്ങനെ ഫില്ല് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് ഇതും കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി ഫില്ല് ചെയ്തു. ഇവിടെ നിന്ന് തിരിച്ച് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്തു. ഇവിടെ നിന്ന് തിരിച്ച് കറക്കി ഇങ്ങനെ ഫില്ല് ചെയ്തു. ഓക്കെ, ഇടയ്ക്കൊരു ഗ്യാപ്പ് വരാൻ പാടില്ല. അത് വരയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് അത് വരയ്ക്കാൻ വേണം, ഇല്ലെങ്കിൽ ഇടയ്ക്ക് പ്രോബ്ലം. ഇതും ഇങ്ങനെ ഫില്ലായിട്ട് കണ്ടോ, അവിടെ ആ ഒരു എഡ്ജിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രോബ്ലമാണ്. കണ്ടോ, ഇതിനകത്തൊരു എക്സ്ട്രാ ഫേസ് കിടപ്പുണ്ട്. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നമുക്കതിനെ വേണമെങ്കിൽ അങ്ങ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്താലും കണ്ടോ, ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്യാം. പക്ഷേ അത് സൂക്ഷിച്ച് റിമൂവ് ചെയ്യണം, ആ ഒരു എഡ്ജ് മാത്രം കിട്ടത്തക്ക രീതിയിൽ. വീണ്ടും നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തു. ഇവിടെ നിന്ന് വീണ്ടും അടുത്തത് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഓൾട്ട് ഹോൾഡ് ചെയ്ത് അറിയാലോ, റിമൂവ് ആയി പോയിക്കോളും. വീണ്ടും ചുമ്മാ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ കിടപ്പുണ്ട്, തൽക്കാലം അത് ഫില്ല് ചെയ്തു. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫില്ല് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു ഡിസൈൻ നമുക്കിവിടെ കിട്ടി, കണ്ടല്ലോ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് സ്ട്രോക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ സെലക്ട് ചെയ്യുക. സ്ട്രോക്ക് എന്ത് ചെയ്യുക, നോ സ്ട്രോക്ക്, റിമൂവ് ചെയ്ത് കളയുക. ഫില്ല് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫില്ല് മാത്രം ഉപയോഗിക്കുക. ഫുൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ G ഫോർ ഗ്രൂപ്പ്. ഫുൾ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തൊരു BG ആഡ് ചെയ്യാം. BG ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലെയേഴ്സിലേക്ക് പോവാം. ലെയേഴ്സിലൊരു പുതിയ ലെയർ ആഡ് ചെയ്യുന്നു, മൂവ് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരയ്ക്കുന്നു. റെക്റ്റാങ്കിൾ ടൂളിൻ്റെ കളർ നമുക്കൊരു ബ്രൗണോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറോ കൊടുക്കാം. ഗ്രേ കളർ കൊടുക്കുക, അതായിരിക്കും ബെറ്റർ. എന്നിട്ട് അതിനെ ഞാനങ്ങ് ലോക്ക് ചെയ്തു. ടോപ്പിൽ ഏതാ ഉള്ളത്, ഗ്രൂപ്പാണ്, അതിൻ്റെ അടുത്ത് മുകളിലിടാം. ലോക്ക് ചെയ്യുന്നതിന് മുന്നേ ഡ്രാഗ് ചെയ്ത് മുകളിലിടുക. ഓക്കെ, എന്നിട്ട് ഞാനതിനെ ലോക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ലോഗോ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നമുക്കൊരു
എന്ത് കൊടുക്കണം, നമുക്കൊരു ഷാഡോ കൊടുക്കണം. ഷാഡോ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. എലിപ്സ് ടൂളിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു കളർ കൊടുക്കാം. കളറിന് പകരം ഞാനിപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വിൻഡോ എടുക്കുക. വിൻഡോയ്ക്കകത്ത് എന്ത് കൊടുക്കാം, വിൻഡോയ്ക്കകത്ത് നമുക്കൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഗ്രേഡിയൻറ്റിൻ്റെ നോർമൽ ഗ്രേഡിയൻറ്റ്, ഈ ഗ്രേഡിയൻറ്റ് വേണ്ട, നോർമൽ ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ്. അഥവാ ഗ്രേഡിയൻറ്റ് ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തു, അതിൻ്റെ അകത്ത് ബ്ലാക്ക് ടു വൈറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എടുത്ത് ഇതിൻ്റെ താഴെ ഇടുന്നു. ഇതിനെടുത്ത് ഇതിൻ്റെ താഴെ ഇടുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനെ മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുക. സ്വല്പം കൂടെ വലുതാക്കാം. വീണ്ടും നമുക്ക് ആ ഗ്രേഡിയൻറ്റ് ടൂളിൽ പോവാം. ഗ്രേഡിയൻ്റെ അകത്ത് നമുക്ക് എത്രത്തോളം ആ ഒരു ബ്ലാക്ക് വേണോ അത്രത്തോളം ആ ഒരു ബ്ലാക്കും, വൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒപ്പാസിറ്റി നമുക്ക് ഇവിടെ നിന്ന് സ്വല്പം കുറച്ച് കൊടുക്കാം. സ്വല്പം ബ്ലാക്കും കൂടെ ഇരുന്നാലേ ആ ഒരു ഫീൽ വരുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഒരു ഗോസിയൻ ബ്ലർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ബ്ലാക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ കൂടുതൽ നമുക്കിവിടെ ബ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് ഫുൾ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ അത് വൃത്തികേടായി പോവും. ബ്ലാക്ക് ടു വൈറ്റ് അങ്ങനെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പാരൻസിക്കകത്ത് വീണ്ടും ബ്ലാക്ക് ആഡ് ചെയ്യേണ്ടി വരും. കണ്ടോ, എന്നാലും കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. ഒപ്പേക്ക് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷാഡോയുടെ ഫീൽ നമുക്ക് കിട്ടില്ല. അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി 50% ആണ് ഇവിടെ. ഞാൻ വേണമെങ്കിൽ അതിന് 60 ആക്കാം, വേണമെങ്കിൽ അതിനൊരു 70 ആക്കാം. എന്നാലും ആ ഒരു ക്വാളിറ്റി നമുക്ക് അവിടെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഞാൻ തൽക്കാലം ഇതിൻ്റെ അകത്ത് ലോഗോ ഒന്ന് ടൈപ്പ് ചെയ്യുന്നു, വലുതാക്കുന്നു. അതിൻ്റെ കളറ് ഇത് റിലേറ്റ് ചെയ്തിട്ടൊരു കളറാണെങ്കിൽ അത് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് വേണ്ട കളർ ആ ഒരു കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണ്, ഐ ഡ്രോപ്പർ ഉണ്ട്. ഇത് സെലക്റ്റഡ് ആണല്ലോ. ഐ ഡ്രോപ്പർ വെച്ചിട്ട് നമുക്ക് ലെയർ ലോക്കാണോ എന്ന് ഒന്ന് നോക്കുക. ഒബ്ജക്റ്റ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, ഐ ഡ്രോപ്പർ എടുക്കുക. ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യാമേ. ഇതിനെ അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഐ ഡ്രോപ്പർ എടുക്കുക. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഐ ഡ്രോപ്പർ എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. വിൻഡോയ്ക്കകത്ത് നമുക്ക് സ്വാച്ചസ് ഉണ്ട്. സ്വാച്ചസിൻ്റെ അകത്തുനിന്ന് നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് ഇട്ടുകൊടുത്താലും മതി. ഓറഞ്ച് അല്ലോ, ഇതെന്താ ഇതിൽ വീഴാത്ത എന്താ സംഭവം? വീഴുന്നില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക്, എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഔട്ട്ലൈൻ ആക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഐ ഡ്രോപ്പർ എടുക്കുന്നു, പിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത് വീഴുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കളർ മതി. ഇതേ കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള കളറിൽ നമുക്ക് ഈ ഒരു ലോഗോ നമുക്ക് വയ്ക്കാം. സെലക്ട് ചെയ്യാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ വയ്ക്കുക. മൂവ് ചെയ്തിട്ട് ഞാൻ ഈ ഭാഗത്ത് വെച്ച് കൊടുത്തു. ഓക്കെ, ഇത് ഒരു വഴി. ഈ ഒരു രീതിയിൽ നമുക്കൊരു ലോഗോ ചെയ്യാം. ഇതേപോലെ തന്നെ ഷേപ്പ് ബിൽഡറിൽ നമുക്ക് അല്ലാത്ത രീതിയിൽ വരച്ചും നമുക്ക് ലോഗോ ചെയ്യാം. അതെങ്ങനെയാണ് നോക്കാം. ഞാൻ ഫുൾ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്തൊരു നമുക്ക് ലൈൻസ് വെച്ചിട്ട് ചെയ്യാം. ലൈൻ വെച്ചിട്ട് ഓക്കെ, ഇതൊക്കെ എളുപ്പമാർഗ്ഗമാണ്. പെട്ടെന്ന് നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ലൈൻ എടുക്കാം. ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുത്തു. ഫില്ല് വേണ്ട. സ്ട്രോക്ക് 1 ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഒരു ലൈൻ ഡ്രാഗ് ചെയ്തു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ കിട്ടും. അതിനുശേഷം ഇതിനെ മൂവ് ചെയ്ത് വെച്ചിട്ട് Ctrl+C Ctrl+D ഇങ്ങനെ വയ്ക്കുന്നതിനെക്കാട്ടിയും ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസിൽ സംഭവം കിട്ടും. ഓക്കെ, അതിനുശേഷം Ctrl+D അടിക്കുക. 1 2 3 4 5 6 7
മാക്സിമം ഒരു 8 ഇനഫ്, ഇതിൽ കൂടുതൽ പോകണ്ട. സെലക്ട് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇതിനെ മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുന്നു. Ctrl+G ഫോർ ഗ്രൂപ്പ്. എന്നിട്ട് എഡിറ്റിൻ്റെ അകത്ത് കോപ്പി, ദെൻ റൈറ്റ് ക്ലിക്ക്, ട്രാൻസ്ഫോം, അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. ഞാൻ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കോപ്പി കൊടുക്കണം. ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക്, ട്രാൻസ്ഫോം, അതിൻ്റെ അകത്ത് റൊട്ടേറ്റ്, കോപ്പി. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ചരിഞ്ഞു വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. എഡിറ്റ്, കോപ്പി, റൈറ്റ് ക്ലിക്ക്, ട്രാൻസ്ഫോം, റിഫ്ലക്റ്റ് കൊടുക്കുക. റിഫ്ലക്റ്റിലും എനിക്ക് കോപ്പി വേണം, അല്ലെങ്കിൽ അത് അവിടെ വെച്ച് അതങ്ങ് ലോക്കാവും. മീൻസ് അതിൻ്റെ കോപ്പി വരത്തില്ല. ഞാൻ കോപ്പി എടുത്തു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഉള്ളൊരു സംഭവമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കളർ വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സാണ്. അപ്പം നമുക്ക് ഗ്രേഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റിൻ്റെ ഒരു കളർ നമുക്ക് ആദ്യമേ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കളറെങ്കിൽ ഇത് തന്നെ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കളർ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പം മാറ്റി വേറെ കളറാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ കൊടുക്കുക. ഓക്കെ, തൽക്കാലം ഈ ഒരു കളറിൽ ഇരുന്നോട്ടെ. ഫുൾ സെലക്ട് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഇതിനെ വരയ്ക്കാം. ഇപ്പം ഞാൻ ഇതിനെ ഈ ഒരു ആക്സിസിൽ നിന്ന് ഇങ്ങനെ വരച്ചു. അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്, നമ്മളെ ഗ്രേഡിയൻ്റ് ഇവിടെ ആക്റ്റീവ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇവിടെ ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രേഡിയൻ്റ് ഏതാണ് ആ ഒരു ഗ്രേഡിയൻ്റ് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഗ്രേഡിയൻ്റ് ടൂളിൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ഈ ഗ്രേഡിയൻ്റ് ആണ്. ഫുൾ സെലക്ട് ചെയ്യുക, ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക. മൊത്തം സെലക്ട് ചെയ്യുക, ഷേപ്പ് ബിൽഡർ ടൂൾ, കളർ എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. അവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വന്നു. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോയി. അവിടെ അപ്പോൾ ഒരു കട്ടില്ല. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ വരയ്ക്കാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരണം, ഇവിടെ നിന്ന് ഇങ്ങനെ വരണം, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനല്ല. ഇതിനെ എടുക്കുക, പുറത്ത് വയ്ക്കുക. ഇത് ഇത്രയും സെലക്ട് ചെയ്ത് പുറത്ത് വയ്ക്കുക. ഇതും കൂടെ ഉണ്ട്, 1 2. ഇതും കൂടെ സെലക്ട് ചെയ്ത് പുറത്ത് വയ്ക്കുക. ബാക്കിയുള്ളതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം, ഈ ഒരു ഏരിയക്കകത്തുള്ളതെല്ലാം. അപ്പോൾ ഫുൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് അൺഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഭാഗം നമുക്ക് വേണ്ട ആ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. 2 3 മൂവ് ചെയ്തു. ഈ ഒരു ഭാഗം ഞാൻ മൂവ് ചെയ്ത് വെച്ച് കൊടുത്തു ഇങ്ങനെ. ഇനി ഫുൾ സെലക്ട് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള ഏരിയ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ ബ്ലാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്വീക്ക് ചെയ്യണമെങ്കിൽ ട്വീക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ ലോഗോ. ഫുൾ സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക, നൺ. ഓക്കെ ആണല്ലോ. ഫുൾ സെലക്ട് ചെയ്യുക, എഫക്ട്സിൻ്റെ അകത്ത് സ്റ്റൈലേഴ്സിൻ്റെ അകത്ത് ഡ്രോപ്പ് ഷാഡോ കൊടുത്തു. ഡ്രോപ്പ് ഷാഡോ എത്രത്തോളം വേണം എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ബ്ലറിൻ്റെ വാല്യൂ വേണ്ട, ഇതൊരു 50 ആക്കുക. ഒന്നുകൂടെ പ്രിവ്യൂ അടിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പർട്ടിക്കുലർ ലോഗോ. ഞാൻ എന്ത് ചെയ്യുക, ലെയർ എടുത്തു. ലെയറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് മൂവ് ചെയ്തിട്ടു. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു, റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് വരച്ചു. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രേ കളർ കൊടുക്കാം. ഇതാണ് എൻ്റെ ലോഗോ. സെലക്ട് ചെയ്തു, ലോഗോ ഒന്ന് ടൈപ്പ് ചെയ്തു. ഇംഗ്ലീഷ് ആക്കിയേ. ലോഗോ ഒന്ന് ടൈപ്പ് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഔട്ട്ലൈൻ. ഓരോന്നിലും നമുക്ക് ഓരോ കളർ കൊടുക്കാം. ഒന്നിൽ ഒരു കളറ്. അപ്പോൾ അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്. അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ഓരോ കളർ കൊടുക്കാം. സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അടുത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ നമുക്ക് സ്പീഡിൽ ലോഗോ ചെയ്തെടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്കെച്ച് ചെയ്ത് എടുക്കാനും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിനകത്തൊരു സംഭവമുണ്ട്, ബാക്ക്ഗ്രൗണ്ടിലൊരു പിക്ചറുണ്ട്. ആ ഒരു പിക്ചറിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ഇതേപോലെ ഒരു ഗ്രിഡ് വരയ്ക്കുക.
മനസ്സിലായ? ലോഗോ ഉണ്ട്, അതിൻ്റെ മുകളിലോട്ടൊരു ഗ്രിഡ് വരയ്ക്കുക, എന്നിട്ട് ആ ഗ്രിഡിൽ വരച്ചിട്ട് ആ ലോഗോ ഇതേപോലെ അങ്ങ് ട്രേസ് ചെയ്തെടുക്കുക. പിടികിട്ടിയ സംഭവം എന്താണെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെയാണ് ഷാഡോയും കോണ്ടാക്ട് ഷാഡോയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ആയിരിക്കണം. ഓക്കെ, ഇനി വേറൊരു രീതിയിലും കൂടെ നമുക്ക് നോക്കാം. നമുക്കൊരു റൗണ്ടഡ് എലിപ്സ് ടൂൾ എടുത്ത് അതിൻ്റെ അകത്ത് ഞാനിതിന് നോ ഫില്ല് കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഞാനൊരു സ്ട്രോക്ക് കൊടുത്തു. സ്ട്രോക്കിൻ്റെ വാല്യൂ ഞാനൊരു 5 കൊടുത്തു. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ട്രോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഡാഷ്ഡ് ലൈൻസ്, ഇത് കണ്ടോ, ഡാഷ്ഡ് ലൈൻസ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ഡ് ലൈൻസ് ഇവിടെ ആക്റ്റീവ് ആവും. കണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് 12, ഇതിൻ്റെ അകത്ത് 15, അങ്ങനെ നമുക്ക് ഗ്യാപ്പ് എത്ര ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ -5 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഗ്യാപ്സ് ഇതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. 5 എന്നുള്ള 10 ആയി കഴിഞ്ഞാൽ, 10 എന്നുള്ളത് 12 ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഗ്യാപ്പ് നമുക്ക് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ആരോ ഹെഡ്സ് ഉണ്ട്, നമ്മളതൊന്നും യൂസ് ചെയ്യുന്നില്ല. ആരോ ഹെഡ്സ് ഉണ്ട്. പ്രൊഫൈൽസ് നമുക്ക് പല രീതിയിലുള്ള പ്രൊഫൈൽസ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമുക്കിത് മതി. ഇതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ചുള്ള ഒരു പ്രൊഫൈലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, കുറച്ചുള്ള ഒരു പ്രൊഫൈലിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുകയോ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഗ്രേഡിയൻറ്റ് ഫില്ല് ചെയ്യാം. സോ വിൻഡോയ്ക്കകത്ത് ഗ്രേഡിയൻറ്റ്, ഓൾറെഡി ഇവിടെ ഗ്രേഡിയൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. എനിക്ക് ഫില്ല് വേണ്ട, നോ ഫിൽ. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു കളർ കൊടുക്കാം. ഓക്കെ, സോറി, ഇതിനൊരു കളർ കൊടുക്കാം. ഗ്രേഡിയൻ്റ് അല്ല, ഇതിനൊരു കളർ കൊടുക്കാം. അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് കൊടുത്താലും കുഴപ്പമില്ല, സ്ട്രോക്കിനെ കൊടുക്കാവുള്ളൂ, ഫില്ലിന് കൊടുക്കില്ല ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു ഇതിൽ നിൽപ്പുണ്ട്, ഞാനിതിനെ സെലക്ട് ചെയ്തിട്ട് ചെറുതാക്കി. ഓക്കെ, ഇതിനെ മൂവ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ റൊട്ടേറ്റ് ടൂൾ എടുക്കുക, ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇപ്പം നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 20 ആകുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു 30 തന്നെ കൊടുക്കാം. 30 കൊടുത്തിട്ട് പ്രിവ്യൂ, കോപ്പി അടിക്കുക, Ctrl+D. ഓക്കെ, എന്നിട്ട് ഓരോന്നിനും, സോറി ഇതിലല്ല, സ്ട്രോക്കിൽ ഓരോന്നിനും ഓരോ കളർ കൊടുക്കാം. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഓരോന്നിനും ഓരോ കളർ കൊടുക്കുക. സെലക്ട് ചെയ്യുക. ഓക്കെ, ബ്ലാക്കിൽ അത് കറക്റ്റായിട്ട് ഫീൽ ആവത്തുള്ളൂ. ഫുൾ സെലക്ട് ചെയ്യുക, ഒരു ബ്ലാക്ക് കൊടുക്കുക. ഇതിനെടുത്തിട്ട് അതിന് മുകളിലിട്ടാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് ഗ്രൂപ്പ് ചെയ്യുക കേട്ടോ, ഇത് ഗ്രൂപ്പല്ല, മൊത്തത്തിൽ അതിന് ഗ്രൂപ്പ് ചെയ്യുക. മാറ്റി വെച്ചിട്ട് ഫുൾ സെലക്ട് ചെയ്യുക, Ctrl+G ഡ്രാഗ് ചെയ്യുക. ഇത് ഫുൾ സെലക്ട് ചെയ്യുക, Ctrl+G ഫോർ ഗ്രൂപ്പ്. ഒരു പുതിയ ലെയർ എടുത്തു, അതിൻ്റെ താഴെ ഡ്രാഗ് ചെയ്തിട്ടു, അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ ലോഗോയെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു കാര്യം, ഇതിൻ്റെ പകുതി വെച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ്, ഒരെണ്ണത്തിൽ നിൽക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഒരെണ്ണത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് വേണ്ട എന്ന് വിചാരിക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് ഇറൈസർ ടൂളുണ്ട്. ഈ ഇറൈസർ ടൂൾ എടുത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം റിമൂവ് ചെയ്യണം അത്രത്തോളം നമുക്ക് റിമൂവ് ചെയ്യാം. ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തിരിച്ച് റിമൂവ് ചെയ്യാം. നൈഫ് ടൂൾ വെച്ച് കട്ട് ചെയ്താലും മതി. അപ്പോൾ ഒരു ഭാഗം മാത്രം എനിക്ക് മതി, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇറൈസർ ടൂൾ വെച്ചിട്ട് ബാക്കിയുള്ളത് ഇറൈസ് ചെയ്യാം. സെലക്ട് ചെയ്യുക, ഇറൈസർ ടൂൾ വെച്ചിട്ട് ഇറൈസർ ടൂള് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നൈഫ് ടൂൾ വെച്ച് തന്നെ ബാക്കിയുള്ള പോർഷൻ കൂടെ കട്ട് ചെയ്യാം.
ഓക്കെ, സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ടൂൾ എടുക്കുക, സെലക്ട് ചെയ്തു, കോപ്പി, കൺട്രോൾ ഡി. കണ്ടോ? അപ്പോൾ നമുക്കിഷ്ടമുള്ള ഡിസൈനിലേക്ക് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. നമ്മളെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാം ഗ്രൂപ്പായിരിക്കണം. ഗ്രൂപ്പിൻ്റെ അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പകുതി കിട്ടും. അതും പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും ഇത് കിട്ടുന്നത്. മനസ്സിലായ സംഭവം? ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കളർ കൊടുത്ത വേറെ രീതിയിലുള്ള ഔട്ട്പുട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ ഞാനത് ഗ്രൂപ്പ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് ചെയ്യാതെ വേറെ രീതിയിലാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, എന്നാലും കുഴപ്പമില്ല. സെലക്ട് ചെയ്തിട്ട് ഒരു കളറ്, നെക്സ്റ്റ് വേറെ കളറ്, ഞാനിപ്പോൾ ഒരു ഡോട്ട്സിൽ ചെയ്തെന്ന് പറഞ്ഞ് ആ ഒരു ഡോട്ടിൻ്റെ ഇതിൽ വന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ സർക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ സർക്കിൾസിൻ്റെ രീതി ചെയ്യാം. ഫില്ല് വേണ്ട, സ്ട്രോക്ക് മാത്രം. കണ്ടോ? അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് സ്ട്രോക്സ് മാത്രമാണ് കിട്ടിയത്. കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കാം. സെലക്ട് ചെയ്യാം. എന്ത് ചെയ്യാം? ഇതൊരു ഗ്രൂപ്പ് അല്ലേ? കൺട്രോൾ ജി ഫുൾ സെലക്ട് ചെയ്യുക, ഇതൊരു ഗ്രൂപ്പ്. ഇനി എന്ത് ചെയ്യാം? രണ്ട് സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ്, ബ്ലെൻഡ് ഓപ്ഷൻ, സ്പെസിഫൈ സ്റ്റെപ്സിൻ്റെ അകത്ത് ഞാനൊരു 25 എടുത്തു, ഓക്കെ എടുത്തു. ഒബ്ജക്റ്റ്, ബ്ലെൻഡ്, മേക്ക് ബ്ലെൻഡ്. കണ്ടല്ലോ? ഓക്കെ, ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ എന്താണ് മൊത്തത്തിലുള്ള ഒബ്ജക്റ്റ് ചെറുതാവും. കണ്ടല്ലോ? ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? നമുക്ക് ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് അത് ചെയ്ത് നോക്കിയല്ലോ. ടെക്സ്റ്റിൻ്റെ മുകളിൽ കൂടെ ഇതിങ്ങനെ വരുന്ന സർക്കിൾ വരുന്നൊരു സംഭവം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു വൈറ്റ് ടെക്സ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. എല്ല് ടൈപ്പ് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ളതുണ്ടോ നോക്കുന്നത്. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ഔട്ട്ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫില്ല് വേണ്ട അല്ലേ? സ്ട്രോക്ക് മാത്രം മതി. നോ ഫിൽ, സ്ട്രോക്ക് മാത്രം. സ്ട്രോക്കിൻ്റെ അകത്ത് കളർ വൈറ്റ്, 5 തൽക്കാലം 5 ഇരുന്നോട്ടെ. ഇത്രയും വേണ്ട, അല്ലെങ്കിൽ 2 ആക്കാം. റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്, റൈറ്റ് ക്ലിക്ക്, റിലീസ് കോമ്പോണൻറ്റ് പാത്ത്. ഇപ്പോൾ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയോ? ഇല്ല. അപ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക, കട്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക, കട്ട് ചെയ്യുക. മൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ്. ദെൻ ഈ പോർഷൻ വേണ്ടല്ലോ, അത് മൊത്തം ഡിലീറ്റ് ആയി പോവും. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും ഇവിടെ വരുന്നു, ഇതിൻ്റെ അകത്ത് ഈ ഭാഗം റിമൂവ് ചെയ്ത് കളയുക. സെലക്ട് ചെയ്യുക, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക, ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഇപ്പോൾ ഡിലീറ്റ് ആയല്ലോ. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്? നമുക്ക് ഇതും കൂടെ കമ്പൈൻ ചെയ്യും. ഇതും സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. ഇത് കുറച്ചുകൂടെ വലുതാക്കണമെങ്കിൽ വലുതാക്കാം. ഫുൾ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂട്ടാം. ഇതും സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡ് ഉണ്ടല്ലോ, ബ്ലെൻഡിൻ്റെ തൊട്ടടുത്ത് ഏതാണ്? റീപ്ലേസ് പ്ലെയിൻ. കണ്ടോ? റീപ്ലേസ് ആയോ പ്ലെയിൻ? ഓക്കെ, ഇനി സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പോയിൻറ്റ്സ് ഏറ്റവും നമ്മൾ എവിടെ നിന്നാണ് ബ്ലെൻഡ് ചെയ്തത് ആ 2 ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്ത് ചെറുതായി കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് ചെറുതാവുള്ളൂ. ഉണ്ടല്ലോ? ഇപ്പോൾ കറക്റ്റായില്ലേ? ഇനി സെലക്ട് ചെയ്യുക, ബാക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു ലെറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ലെറ്റർ വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലോഗോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇനി എഫക്ട്സിൻ്റെ അകത്ത് നമുക്ക് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് ട്വിസ്റ്റ് എന്താണ് റഫൺ ഉണ്ട്. റഫൺ ആണെങ്കിൽ റഫൺ ചെയ്ത് കൊടുക്കുക. കണ്ടോ? കോർണേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം.
സ്മൂത്ത് ആണെങ്കിൽ സ്മൂത്ത് ആക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. റഫൺ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം. അതേപോലെ എഫക്ട്സിൻ്റെ അകത്ത് ഡിസ്റ്റോർട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ട്വീക്ക് ആണെങ്കിൽ നമുക്കതിനെ ട്വീക്കും ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നും അത് ഫീൽ വരത്തില്ല, എന്നാലും നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.